ഓക്കെ, 135 ആൻസർ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ പി വി ഗ്രാഫാണ്. അതായത് പി അലോങ് ദ വൈ ആക്സിസ്, വി അലോങ് ദ എക്സ് ആക്സിസ്. ഇവിടെ വർക്ക് ഡൺ, ഗ്യാസ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നതാണ് ഗ്യാസ് ചെയ്യുന്ന വർക്ക്. അപ്പം ഐസോതെർമൽ എക്സ്പാൻഷൻ കേസിൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇതെന്ന് പറയുന്നതാണ് അഡിയാബാറ്റിക് എന്ന് പറഞ്ഞാൽ ഐസോതെർമലിലാണ് എക്സ്പാൻഷനിൽ വർക്ക് കൂടുതലും, അഡിയാബാറ്റിക്കിൻ്റെ വർക്ക് കുറയും. ഇത് എക്സ്പാൻഷൻ്റെ കേസിലാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എക്സ്പാൻഷൻ അല്ല, കംപ്രഷനാണ്. കംപ്രഷൻ ആകുമ്പോൾ ഗ്രാഫ് തിരിച്ചു വരും. അപ്പോൾ കംപ്രഷൻ വരുമ്പോൾ എന്താ സെയിം ഗ്രാഫ് തിരിച്ചിട്ടാൽ മതി. അതായത് ഏരിയ അണ്ടർ ദ പി വി ഗ്രാഫ് എന്ന് പറയുന്നതാണ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. അപ്പോൾ ഈ ഗ്രാഫ് തിരിച്ചിടുമ്പോൾ അഡിയാബാറ്റിക് ആണ് ആദ്യം വരുന്നത്, രണ്ടാമത് വരുന്നത് ഐസോതെർമലാണ്. ഇതാണ് ഐസോതെർമൽ. അപ്പോൾ ഏരിയ കൂടുതലുള്ളത് അഡിയാബാറ്റിക്കിനായുണ്ട്. വർക്ക് ഡൺ ബൈ ദ അഡിയാബാറ്റിക് ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ബൈ ദ ഐസോതെർമൽ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമ്പർ സി ആണ്.